നമസ്കാരം. ഭൂമിക്കടിയിൽ 25 മീറ്ററോളം താഴത്തിൽ ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത ഒളിത്താവളത്തിൽ ഹിസ്ബുള്ളയുടെ അതിനൂതന ഡ്രോൺ ഫാക്ടറിയും വിക്ഷേപണ കേന്ദ്രവും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസമാണ് കണ്ടെത്തിയത്. ലെബനാന്റെ ഹൃദയഭാഗത്ത് അതിർത്തിയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം അകലെയുള്ള മജ്ദൽ സൗൺ ഗ്രാമത്തിന് താഴെ ഒളിപ്പിച്ചു വെച്ച ഈ രഹസ്യ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ അയക്കാൻ ഹിസ്ബുള്ള പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ അത്ഭുത ലോകത്തെയാണെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. കേവലം ഒരു തുരങ്കമല്ല ഇത്. ഇറാൻ നേരിട്ട് സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം നൽകി ഒരു പതിറ്റാണ്ടിലേറെയായി നിർമ്മിച്ച ഒരു ഭൂഗർഭ നഗരമാണിത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച 50ഓളം ഇറാൻ നിർമ്മിത ഡ്രോണുകളും 8 ടണ്ണോളം വരുന്ന മൈനുകളും ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. ഇതൊരു ഫാക്ടറിയും ഒരുതരം അണ്ടർഗ്രൗണ്ട് എയർബേസുമാണ്. ഒരു പള്ളിക്ക് സമീപം തുടങ്ങുന്ന ഈ തുരങ്കത്തിന് വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ തക്ക വീതിയുണ്ട്. ഇരുമ്പ് വാതിലുകൾ കൊണ്ട് അതീവ സുരക്ഷയൊരുക്കിയ ഈ ഭൂഗർഭ കേന്ദ്രം മുൻപ് കണ്ടെത്തിയ ഹിസ്ബുള്ള തുരങ്കങ്ങളെക്കാൾ സാങ്കേതികമായി എത്രയോ മുന്നിലാണ്. 200 മുതൽ 500 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇവിടെ നിന്ന് പറന്നുയർന്നിരുന്നത്. ഇസ്രായേലിന്റെ ഏതു കോണിലേക്കും എത്താൻ ശേഷിയുള്ള പറക്കും ബോംബുകൾ ഒരുക്കുന്ന ഈ കേന്ദ്രം യഥാർത്ഥത്തിൽ ഒരു മരണത്തിന്റെ കൊട്ടാരം തന്നെയാണെന്ന് പലരും പറയുന്നുണ്ട്. 2024 ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ഹിസ്ബുള്ള ഇത് അതിവേഗം വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയിരുന്നു. പക്ഷേ ഇസ്രായേലിന്റെ കമാൻഡോ വിഭാഗം കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ആ കഥ മാറിമറിഞ്ഞു. ശക്തമായ ഏറ്റുമുട്ടലിൽ 8ഓളം ഹിസ്ബുള്ള പോരാളികളെ വകവരുത്തിയാണ് ഈ ഭൂഗർഭ കേന്ദ്രം സൈന്യം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയത്. സൈനിക പരിശോധനകൾ പൂർത്തിയായാൽ ഈ രഹസ്യ സാമ്രാജ്യം പൂർണ്ണമായി തകർക്കാനാണ് ഇസ്രായേലിന്റെ തീരുമാനമെന്ന് കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തന്നെ സംഭവിച്ചു. അതേസമയം ലെബനാനിൽ ഇസ്രായേൽ തീമഴ പെയ്ച്ചു. ഇറാനെ പിന്തുണച്ച ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിച്ചതിനു പിന്നാലെയാണ് ഇസ്രായേൽ കഴിഞ്ഞ മാർച്ചിൽ ലെബനാനെതിരെ തിരിഞ്ഞത്. പിന്നീട് ഇരുപക്ഷവും തമ്മിൽ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. ഇസ്രായേൽ ലെബനൻ സമാധാന കരാർ തള്ളി സായുധ സംഘടനയായ ഹിസ്ബുള്ള രംഗത്ത് വന്നിരുന്നു. ഇസ്രായേലും ലെബനനും തമ്മിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുകയാണെന്നും അപമാനകരമായ കരാറിനെ ലെബനൻ ജനത തള്ളുമെന്നാണ് ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ പ്രഖ്യാപനം. ലെബനനിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിവരുന്നതിനിടെ ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് ക്ഷുഭിതനായി സംസാരിച്ചിരുന്നു. ലെബനാനിലെ ആക്രമണത്തെ തുടർന്ന് യുഎസുമായുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണെന്ന് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഇറാനുമായി കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോയാൽ തങ്ങൾക്കും പണി കിട്ടുമെന്ന് ട്രംപ് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോയ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ US-ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നു. ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ US സേന ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതോടെ മേഖലയിൽ നിലനിന്നിരുന്ന വെടിനിർത്തൽ കരാർ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. സിരിക്, ഖേഷം ദ്വീപുകളിൽ സ്ഫോടനമുണ്ടായെന്ന് ഇറാൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹോർമോസ് കടലിടുക്കിന് സമീപം ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെയായിരുന്നു അമേരിക്കയുടെ ശക്തമായ വ്യോമാക്രമണം. പനാമയുടെ വാണിജ്യ കപ്പൽ ആക്രമിച്ചതിന് മറുപടിയായിട്ടാണ് അമേരിക്കൻ ആക്രമണം.